വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 11ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ കാന്തികതയും വൈദ്യുതിയും, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. ഇത് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ കേട്ടോ. ഈ പരീക്ഷയ്ക്ക് ഇതില്ലായിരിക്കും എന്ന് കരുതിയിരിക്കുമായിരുന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇതുണ്ടെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നുണ്ട്. രണ്ടായാലും ഞാൻ അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഒരു 10-20 ക്വസ്റ്റ്യൻ കേട്ടോ, പ്രധാനപ്പെട്ടത് നോക്കി മാത്രമോ നിങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പം ഇതിനകത്തിലുണ്ടോ ഇല്ലയോ, അതാണോ ഇതാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ ഞാനങ്ങ് ഒഴിവാക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠം ഉണ്ടെങ്കിലോ കേട്ടോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷം ബാക്കി പ്രധാനപ്പെട്ടതൊക്കെ ബാക്കിയുള്ളത് നോക്കണം. അതായത് ടെസ്റ്റ് നല്ലതുപോലെ വായിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ടെസ്റ്റിൽ നിന്നായിരിക്കും കുഞ്ഞുങ്ങളെ കൂടുതലും ക്വസ്റ്റ്യൻ ആൻസർ. നിങ്ങളുടെ സയൻസും സോഷ്യലും ഒക്കെ എന്താ ടെസ്റ്റിൽ നിന്നായിരിക്കും ചോദ്യം മൊത്തം കേട്ടോ. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? കാന്തികതയും വൈദ്യുതിയും അല്ലേ, മാഗ്നറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയാം. കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏതാനും സന്ദർഭങ്ങൾ. നമ്മൾ കാന്തം എന്തിനൊക്കെയാവും നിങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തോത്തിനൊക്കെ കാന്തങ്ങൾ ഉപയോഗിക്കുന്നത്? റൈറ്റ്, സം സിറ്റുവേഷൻ ഇൻ വിച്ച് മാഗ്നറ്റ് ആർ യൂസ്ഡ്. എന്തോത്തിനൊക്കെയാ? നമ്മൾ നമ്മുടെ ടെസ്റ്റ് 2 തന്നെ തന്നിട്ടുണ്ട്. MRI സ്കാൻ അല്ലേ. ഇപ്പം മിക്കവാറും ഉള്ള എല്ലാവർക്കും എന്തായാലും ഒരു വട്ടമെങ്കിലും ആ സ്കാൻ എടുത്ത് കാണും അല്ലേ. നമ്മളൊന്ന് വീഴുകയോ തട്ടുകയോ മുട്ടുകയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ നമ്മളോട് പറയുന്ന ഒരു MRI സ്കാൻ എടുക്കാൻ അല്ലേ. MRI സ്കാന് അത് മാഗ്നറ്റ് ആണ്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ അല്ലേ, അതിപ്പോൾ എല്ലാവരുടെയും കൈ കാണുമല്ലോ അല്ലേ. 100-ൽ 90% ആൾക്കാരുടെയും കയ്യിലുള്ളതാണ് ഹെഡ്ഫോൺ അല്ലേ. പിന്നെ സ്പീക്കറുകൾ, നമ്മുടെ വീട്ടിൽ സ്പീക്കർ ഉണ്ടല്ലോ, അതിൽ ടോയ്സ്. ഇപ്പോഴത്തെ പിള്ളേരുടെ, പണ്ടുള്ള പിള്ളേർക്കായിരുന്നു ഈ ഉരുട്ടുന്നതും അല്ലേ, കൈ കൊണ്ട് ഉരുട്ടി അങ്ങോട്ട് വിടുന്നതും ഒക്കെ. ഇപ്പം എല്ലാം എന്താണ്, ആ റിമോട്ട് വെച്ചും അല്ലേ, റിമോട്ടൊക്കെ. അപ്പോൾ അതിനകത്തിലെല്ലാം എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ടെന്നാ കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ സ്പെല്ലിങ്ങും കൂടി അങ്ങ് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. നമ്മൾ ഒന്നാമത് പഠിക്കുന്നത് കാന്തങ്ങളുടെ പാഠമാണ്. ഈ കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏതാനും സന്ദർഭങ്ങൾ എഴുതാനാണ്. അതായത് മാഗ്നറ്റ് ആർ യൂസ്ഡ്. MRI സ്കാനിങ്ങിനും ഹെഡ്ഫോണിനും അതുപോലെ തന്നെ സ്പീക്കറുകൾക്കും ടോയ്സിനും ഒക്കെ എന്താവും നിങ്ങളെ നമ്മൾ മാഗ്നറ്റ് വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത 2ാമത്തെ ചോദ്യം, നാച്ചുറൽ മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലേ നാച്ചുറലും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലും ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നാച്ചുറൽ മാഗ്നറ്റ് എന്ന് വെച്ചാൽ സ്വാഭാവിക കാന്തങ്ങൾ എന്നാണ്. എന്താണ് സ്വാഭാവിക കാന്തങ്ങൾ എന്ന് വെച്ചാൽ നാച്ചുറൽ മാഗ്നറ്റ് ആർ ദ മാഗ്നറ്റ് ദാറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ. അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളെയാണ് നമ്മൾ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിയിൽ നിന്നും നമുക്ക് നേരിട്ട് ലഭ്യമാകുന്ന കേട്ടോ കാന്തങ്ങളെയാണ് സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഉറപ്പായിട്ടും ചോദിക്കും, ലോഡ് സ്റ്റോൺ ആണ് കേട്ടോ. നാച്ചുറൽ മാഗ്നറ്റിന് ഒരു എക്സാമ്പിൾ എന്താണ്? ലോഡ് സ്റ്റോൺ സ്പെല്ലിംഗ് ഉണ്ടോ? ലോഡ് സ്റ്റോൺ വായിക്കാൻ പറ്റുവേ. ഇനി നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാ. ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കും കേട്ടോ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആർ മാഗ്നറ്റ് ദാറ്റ് മെയ്ഡ് യൂസിങ് മെറ്റൽ അലോയ്സ് കേട്ടോ. മെറ്റൽ അലോയ്സ്. കൃത്രിമ കാന്തങ്ങൾ എന്നാൽ എന്താണ്? കൃത്രിമ കാന്തങ്ങൾ എന്നാൽ എന്താണ്? അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഉദാഹരണവും നമ്മുടെ ടെസ്റ്റിലുണ്ട്. അൾനിക്കോ മാഗ്നറ്റ്, സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് മാഗ്നറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ പാഠത്തിനകത്ത് ഞാൻ കുറച്ച് നോട്ട് എഴുതിയിട്ടുള്ളൂ. ആ നോട്ടെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ്ഡ് മെറ്റൽ അലോയ്സ് വെച്ചാണ് കേട്ടോ. മെറ്റൽ അലോയ്സ് വെച്ചാണ് അൾനിക്കോ മാഗ്നറ്റും സെറാമിക്. ഈ പേരൊക്കെ നിങ്ങൾ ആദ്യമായി കേൾക്കുമായിരിക്കും. സെറാമിക് ഒക്കെ നമ്മൾ പരസ്യത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ. സെറാമിക്, ഫെറൈറ്റ് മാഗ്നറ്റും ഒക്കെയാണ് കേട്ടോ. ഇനി അൾനിക്കോ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. വാട്ട് എലമെന്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് അൾനിക്കോ മാഗ്നറ്റ്? ഞാനിവിടെ കൃത്രിമ കാന്തങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടില്ല അല്ലേ. നമ്മുടെ ടെസ്റ്റിലുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. ഇത് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും, അതായത് സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ കൃത്രിമ കാന്തങ്ങൾ കേട്ടോ. എന്ത് വെച്ചാണ്? മെറ്റൽ അലോയ്സ് വെച്ച് കേട്ടോ. മെറ്റൽ അലോയ് വെച്ച്. ഇനി അൾനിക്കോ കാന്തങ്ങൾ ഈ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അൾനിക്കോ മാഗ്നറ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലയോ. ഈ അൾനിക്കോ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൃത്രിമ മാഗ്നറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്കതിന് വേണ്ടുന്നത്?
അൽനിക്കോ ഉണ്ടാക്കാൻ വേണ്ടി അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, അയണ് എന്നിവയൊക്കെ വേണം കേട്ടോ. അൽനിക്കോ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാം കുഞ്ഞുങ്ങളെ? അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയൊക്കെ വെച്ചാണ് അൽനിക്കോ കാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ ആണോ 4 എണ്ണം? ഓക്കെ. അടുത്ത 5ാമത്തെ ചോദ്യം, ഹൗ ആർ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് അല്ലെങ്കിൽ സെറാമിക് ഫെറൈറ്റ് മാഗ്നറ്റ് മെയ്ഡ്? നമ്മൾ ഇപ്പം എന്താ പറഞ്ഞ അൽനിക്കോ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അലൂമിനിയവും, നിക്കലും, കൊബാൾട്ടും പിന്നെ അയണും ഒക്കെയാണ് ഉപയോഗിച്ചത്. ഈ ആർട്ടിഫിഷ്യൽ നമ്മളിപ്പോൾ കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. കൃത്രിമ കാന്തങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ആർട്ടിഫിഷ്യലും സെറാമിക്കും അല്ലെ ഫെറൈറ്റും ഒക്കെ കൃത്രിമ കാന്തങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നതാന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്? നമ്മൾ ചാടിപ്പോയി അവിടുന്ന് ഇവിടുന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ പറക്കി വെച്ചാൽ പറ്റുമോ? ഇല്ല. ദീസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആർ മെയ്ഡ് ബൈ combining iron oxide and carbonate of elements such as barium or strontium. ആ പേരൊക്കെ നോക്കിക്കേ. ബേരിയം ഓർ സ്ട്രോൺഷ്യം. സ്ട്രോമിയം അല്ല, സ്ട്രോൺഷ്യം. TIUM ആണ് കേട്ടോ. ഇരുമ്പ് ഓക്സൈഡും കേട്ടോ, ഇരുമ്പ് ഓക്സൈഡും അയൺ ഓക്സൈഡ് ആൻഡ് ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം പോലുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർന്നാണ് എന്തുണ്ടാക്കുന്നത്? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പഠിച്ച് വെച്ചേക്കണേ. നമ്മൾ നാച്ചുറലായിട്ടുള്ളതിന് ഉദാഹരണം എന്തായിരുന്നു? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ലോഡ് സ്റ്റോൺ ആണ്. അത് തിരിഞ്ഞു പോകല്ലേ. 1 വേർഡിനൊക്കെ ഞാനത് എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് നാച്ചുറൽ മാഗ്നറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലോഡ് സ്റ്റോൺ ആണ് കുഞ്ഞുങ്ങളെ. അത് നിങ്ങൾ മറന്നു പോകരുത്. നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റാണ് ഏതൊക്കെയാ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നാണ് അതിന് അല്ലെ. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അൽനിക്കോ മാഗ്നറ്റും ഫെറൈറ്റും സെറാമിക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ അൽനിക്കോ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ അലൂമിനിയവും, നിക്കലും, കൊബാൾട്ടും, അയണും ഒക്കെ വേണമായിരുന്നു. എന്നാൽ ഈ സെറാമിക്കും ഫെറൈറ്റും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെയാണ് ഇനി അവർ ഉണ്ടാക്കുന്നത്? എന്തൊക്കെ വേണമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? അതായത് ഇരുമ്പിൻ്റെ ഓക്സൈഡും, ഇരുമ്പ് ഓക്സൈഡും, ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യൻ, ആ പേരെന്ന് നോക്കണേ, സ്ട്രോൺഷ്യം പോലുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർന്നാണ്. ആ മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർന്നാണ് ഇത്തരത്തിലുള്ള കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഓക്കെ ആണോ? 5 എണ്ണം. ഓക്കെ. അടുത്ത 6ാമത്തത്, ഹൗ മെനി പോൾസ് ഡസ് എ മാഗ്നറ്റ് ഹാവ്? ഒരു കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട്? അത് നമുക്കറിയാം അല്ലേ. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഈ മാഗ്നറ്റ് ഹാസ് 2 പോൾസ് അല്ലെ. നോർത്ത് പോൾസും സൗത്ത് പോളും. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും കേട്ടോ. ഏതൊക്കെയാണ് നിങ്ങളെ? ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ഈ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ മാഗ്നറ്റിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ മാഗ്നറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ. വളഞ്ഞിരിക്കുന്നതും നീണ്ടിരിക്കുന്നതും നിങ്ങളുടെ പടം കുറേ ഒരു 7-8 എണ്ണത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബാർ കാന്തങ്ങൾ എടുത്ത് താഴെ പറയുന്ന പട്ടികയിൽ നിന്നുള്ള പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്നാണ് പറയുന്നത്. 2 ബാർ മാഗ്നറ്റ് എടുത്തിട്ട് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞതാ കുഞ്ഞുങ്ങളെ, നോക്കിക്കേ. കണ്ടോ കാന്തം? കണ്ടോ ഇതുണ്ട്, വട്ടത്തിലിരിക്കുന്നതുണ്ട്, കണ്ടേ ഇങ്ങനെ നീളത്തിലുണ്ട്, റൗണ്ട് ഉണ്ട്, യു ഷേപ്പ് ഉണ്ട്, കണ്ട വൈദ്യുത കാന്തമുണ്ട്. കാന്തത്തിൻ്റെയൊക്കെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലിങ്കിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് ലിങ്ക് എന്ന് വെച്ചാൽ ഞാനേ 1 വേർഡ് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് കുറേ എണ്ണം തന്നിട്ടില്ലേ കുഞ്ഞുങ്ങളെ? 1 വേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറയാം. നോക്കി നിങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളം മീഡിയത്തിന് ഇംഗ്ലീഷ് നോക്കിയാൽ നമ്മുടെ കാന്തത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എഴുതണം കേട്ടോ. അതുകൊണ്ട് ഈ നീല ബോക്സിലൊക്കെ എഴുതിയേക്കുന്ന ഒന്ന്, അതായത് നടിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനെന്ന് വെച്ചാൽ അങ്ങ് ഒഴിവാക്കിയതാണ്. അതായത് നോക്കിയാൽ നമുക്കൊന്ന് വേണേ അത് ഈ കാന്തത്തിൻ്റെ പേര് നോക്കിയേ. കാന്തം ഇത് കണ്ടോ, മാഗ്നറ്റിക് നീഡിൽ, കാന്തിക സൂചി, വട്ടത്തിലിരിക്കുന്ന റിംഗ് മാഗ്നറ്റ്, റിങ് കേട്ടോ, റിങ് കാന്തം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബാർ മാഗ്നറ്റ്, ബാർ കാന്തം. പിന്നെ ഈ വട്ടം സിലിണ്ട്രിക്കൽ കേട്ടോ, സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്, അതായത് സിലിണ്ടർ കാന്തം. പിന്നെ യു കാന്തം, യു മാഗ്നറ്റ്. പിന്നെ ലാസ്റ്റിൽ എന്താ വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ്. കണ്ടോ, ഇത് ഇത്രയാണ് നമ്മുടെ ടെസ്റ്റ്. ഈ പടം വരച്ച് എഴുതാൻ ഇത് യു കാന്തം കേട്ടോ, യു മാഗ്നറ്റ് എന്നാണ് കേട്ടോ. ഇത് ഇത്രയാണ് നമ്മുടെ ടെസ്റ്റിൽ പടം കൊടുത്ത് എഴുതാൻ ചോദിച്ചേക്കുന്നത്. വേറെ ഒന്നും ഇല്ലല്ലോ, നമ്മളിപ്പോൾ വായിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോങ് സ്റ്റോൺ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ലോഡ് സ്റ്റോൺ എന്തുവാന്ന്? ഇത് കാന്തശക്തിയുടെ അത്ഭുത കല്ലെന്നാണ്. അതായത് ഏകദേശം 2800 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഈ പേരൊക്കെ വരാനുള്ള കാര്യമേ ഏകദേശം 2800 വർഷങ്ങൾക്ക് മുമ്പ്
മഗ്നീഷ്യയിലെ പുരാതന പേര് നോക്കിയേ, മഗ്നീഷ്യയിലെ പുരാതന മനുഷ്യർ ഒരു വിചിത്രമായ കല്ല് കണ്ടെത്തി. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കല്ല്. അവർ അതിനെ വിളിച്ചത് ലീഡിംഗ് സ്റ്റോൺ എന്നാണ്. എന്താ അതിന് ആദ്യമേ പേര് വന്നത്? ലീഡിംഗ് സ്റ്റോൺ എന്നാണ് ആദ്യം വിളിച്ചത്. അതായത് വഴി കാട്ടുന്ന കല്ല്. കാരണം ഈ കല്ല് സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടാൽ അതെപ്പോഴും തെക്ക് ദിശയിൽ തിരിഞ്ഞു നിൽക്കും. ഇത് നാവികർക്കൊക്കെ ദിശ അറിയാനുള്ള ആദ്യത്തെ ഒരു ഉപകരണം ഇതായിരുന്നു. ഇത് പിന്നീട് ലോഡ് സ്റ്റോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആദ്യമേ ഇതിൻ്റെ പേര് എന്താണ്? ലീഡിംഗ് സ്റ്റോൺ എന്ന് വെച്ചാൽ വഴി കാട്ടുന്ന കല്ല് എന്നാണ് ആദ്യമേ ഇതിനെ അറിയപ്പെട്ടത്. ലീഡിങ് അല്ലേ, ലീഡിംഗ് സ്റ്റോൺ അതിൻ്റെ മലയാളമാണ് വഴി കാട്ടുന്ന കല്ല്, അല്ലയോ? എന്നാൽ അത് കുറച്ചു നാൾ കഴിഞ്ഞ് കേട്ടോ, ഒരുപാട് നാവികർക്കൊക്കെ ഇതെന്താ ദിശ അറിയാനുള്ള ആദ്യത്തെ ഒരു ഉപകരണം ഇതായിരുന്നു. പിന്നീട് അത് ലോഡ് സ്റ്റോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ ലോഡ് സ്റ്റോൺ വെറും ഒരു കല്ലായിരുന്നില്ല. ഇരുമ്പിനെ ആകർഷിക്കാനുള്ള അതിൻ്റെ കഴിവ് അന്നത്തെ ആളുകളെ വിസ്മയിപ്പിച്ചു. അന്ന് പണ്ട് കേട്ടോ, എത്ര 2800 വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. അന്നത്തെ ആൾക്കാരെ ഈ കല്ല് ഭയങ്കരമായി. ഇതിൻ്റെ പിന്നിൽ വേറെയും കഥയുണ്ടോ നിങ്ങളെ? ഒരാൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കല്ലിൻ്റെ മണ്ടേ വന്നപ്പോൾ ഈ കല്ലേ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഷൂ തട്ടി കേട്ടോ. ഇങ്ങനെ ഒരു കഥയുണ്ട്. അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ചെരുപ്പിൻ്റെ അടിഭാഗത്തെ ഇത് എന്താ ഈ കല്ലേ തട്ടി. കാരണം ആ ചെരുപ്പിൻ്റെ അടിഭാഗത്ത് എന്തോ ഉണ്ടായിരുന്നപ്പോൾ ഈ കല്ലേ തട്ടി അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പോൾ എന്നും അദ്ദേഹം അവിടെ വരുമ്പോൾ ആ കല്ലേ തട്ടി മറിഞ്ഞു വീഴുമ്പോൾ പുള്ളിക്കാരൻ എന്താ ഡൗട്ട് അടിച്ചു, എടാ എന്നും ഞാൻ ഈ കല്ലേ തട്ടി വീഴണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണും ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു കഥയുണ്ട് കേട്ടോ. നമ്മുടെ 6ാം ക്ലാസ്സിലെ മാഗ്നറ്റിൻ്റെ പാഠത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട്. നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ടല്ലേ അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പറയായിരുന്നു. കാരണം നമുക്ക് ഇതില്ലെന്ന് വിചാരിച്ചു, നിങ്ങൾ ഈ ചാപ്റ്റർ ഇല്ലെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്, നോട്ടിന് വേണ്ടിയാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പം ലോഡ് സ്റ്റോൺ വെറും ഒരു കല്ലായിരുന്നില്ല. ഇരുമ്പിനെ ആകർഷിക്കാനുള്ള അതിൻ്റെ കഴിവ് അന്നത്തെ ആളുകളെ വിസ്മയിച്ചു. മാഗ്നറ്റൈറ്റ് എന്ന ധാതുവാണ് ലോഡ് സ്റ്റോണിന് ഈ ശക്തി നൽകിയത്. ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള അതിൻ്റെ കഴിവാണ് അതിനെ ഒരു സ്വാഭാവിക ദിശാസൂചകമാക്കിയത് എന്നാണ്. തൂക്കിയിട്ടേക്കുന്നുണ്ടോ? കണ്ടോ? ഇതൊക്കെയാണ്. ഓക്കെ ആണോ? ബാർകാന്തം എടുത്ത് അതിൻ്റെ ഉത്തരധ്രുവത്തിന് നോർത്ത് പോള്, അതിൻ്റെ മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കണ്ടെത്തി എന്ത് സംഭവിക്കുന്നു എന്നാണ്. നോർത്ത് പോളാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ? സൗത്ത് പോളായിരിക്കും അല്ലേ? ഒരു ബാർ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതാണ് നമ്മളിപ്പോൾ ഇത് പറയാൻ വേണ്ടി എടുത്തത്. ഇത് നിങ്ങൾ നല്ലപോലെ അറിയണം കേട്ടോ. ഇതറിയാമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇത് ഇതുപോലെ വലിയൊരു ബാർ മാഗ്നറ്റ് ആയിരുന്നു. ഇത് ബാർ മാഗ്നറ്റ് ആണല്ലോ ഇല്ലയോ? ഇപ്പം നമ്മൾ പറഞ്ഞതാ നീണ്ടത്തില്ലേ, ബാർ മാഗ്നറ്റ് ആയിരുന്നു. അതായത് നീളത്തിലിരിക്കുന്ന ഇതുപോലെ ഒരു ബാർ മാഗ്നറ്റ് ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു സൈഡ് എന്നും ഒരു സൈഡ് സൗത്തുമാണ്, നോർത്തും സൗത്തുമാണെന്ന് നമുക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ നടുക്ക് വെച്ച് ഞാൻ ഇവിടെ അങ്ങ് മുറിച്ചെന്ന് വെച്ചോ, ഇവിടെ വെച്ച് ഞാൻ അങ്ങ് മുറിക്കുക. പക്ഷെ മുറിച്ച് കഴിഞ്ഞാലും എന്താവും നിങ്ങളെ? ഈ മുറിച്ച എവിടാണോ അവിടെ വരുമ്പോൾ ഇത് സൗത്ത് ആവും. ഇനി ഇത് സൗത്ത് ആണെങ്കിൽ ഇവിടെ ഇത് നോർത്തും ആവും. അതാണ് ഈ മാഗ്നറ്റ് മുറിച്ചാലുള്ള പ്രത്യേകത. മനസ്സിലായോ? ഞാനിത് നീളമുള്ളൊരു മാഗ്നറ്റ് ആയിരുന്നു. ഇതിൻ്റെ 2 എൻഡും നോർത്തും സൗത്തുമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ നേരെ നടുക്ക് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിക്കുന്ന വശം നോർത്തിൻ്റെ ഓപ്പോസിറ്റ് മുറിച്ചത് സൗത്താണ് കേട്ടോ. ഓപ്പോസിറ്റ് മനസ്സിലായോ? ഇതായിരിക്കും. ഇനി നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അതിൻ്റെ തൊട്ട് താഴത്തെ ഒരു ആക്ടിവിറ്റിയാണ്. അതായത് when the north pole are brought close to each other, ഉത്തരധ്രുവങ്ങൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ, ഈ ഉത്തരധ്രുവം എന്ന് വെച്ചാൽ നോർത്ത് പോള് അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ചോദ്യമാണ്. അതുപോലെ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ബ്രോട്ട് ക്ലോസ് ടു ഈച്ച് അതർ, ഈ ഉത്തരധ്രുവവും അതായത് നോർത്ത് പോളും സൗത്ത് പോളും ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും അടുത്ത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെൻ സൗത്ത് പോൾ ആർ ബ്രോട്ട് ക്ലോസ് ടു ഈച്ച് അതർ, ദക്ഷിണ ധ്രുവം സൗത്ത് പോൾ മാത്രം അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പം നിങ്ങൾ എന്ത് പറയണമെന്നറിയാമോ? ഇത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരിക്കലും ഈ എന്നും എന്ന് വെച്ചാൽ നോർത്തും കൂടി ഒരിക്കലും അടുത്ത് വരത്തില്ല. ഒരുപോലെ ഉള്ളത് മീൻസ് എസ്സും അവർ തങ്ങളിൽ വികർഷിക്കുകയാണ് ചെയ്യുന്നത്. സൗത്ത് പോളും കൂടെ അടുത്ത് ഒരിക്കലും വരത്തില്ല. അവർ തങ്ങൾ റിപ്പൽ എന്ന് വെച്ചാൽ വികർഷിക്കുക അവർ തങ്ങൾ ഒരിക്കലും കൂട്ടുകൂടത്തില്ല, ഇഷ്ടമല്ല, വെറുത്തുപോയി അല്ലേ? 2 പേരും നോക്കിയേ തിരിഞ്ഞോടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടോ?
മനസ്സിലായോ? ഇവിടെ നോക്കിയേ, നോർത്തും രണ്ടും കൂടെ തിരിഞ്ഞോടുന്ന കണ്ടോ? ഇവർ രണ്ടും കൂടെ ഒരിക്കലും യോജിക്കത്തില്ല, ഓടുക, അടുക്കത്തേ ഇല്ല കണ്ടോ? പക്ഷേ നോക്കിയേ, നോർത്തും സൗത്തും കൂടെ നോക്കിയോ നിങ്ങളെ, ഇത് രണ്ടും കൂടെ അവർ തങ്ങളിൽ എന്താണ് എപ്പോഴും അട്രാക്ഷനാണ്, അവർ തങ്ങളിലാണ് ആകർഷണം നടത്തുന്നത്. മനസ്സിലായോ? ഇതറിയാമെങ്കിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റും. എന്തുവാ ഇതല്ലേ കേട്ടോ, അതിൻ്റെതായ ആൻസർ എഴുതണം കേട്ടോ. ഇവിടെ നോക്കി, നോർത്തും കൂടെ ആണെങ്കിൽ അത് റിപ്പലാണ്. റിപ്പൽ എന്ന് വെച്ചാൽ എന്താ? ഈ ക്ലൂ പഠിച്ചാൽ മതി നിങ്ങളെ, എന്നും ഒരെണ്ണമല്ലേ, അവരൊരിക്കലും ആകർഷിക്കത്തില്ല, റിപ്പലാണ് കേട്ടോ, വികർഷിക്കുക. എസ്സും നോക്കിയേ, റിപ്പലാണ്. ആ പടം ആരോമാർക്ക് കണ്ടില്ലേ ഓടുന്നത് കണ്ടോ, വിട്ട് ഓടിക്കോളുക. അതേപോലെ എസ്സും അല്ലെങ്കിൽ എന്നും കൂടെ എപ്പോഴും ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് പോളും ക്ലോസ് ടു, നോർത്ത് പോൾ ആണെങ്കിൽ എന്താണ്? റിപ്പൽ, ഓടുക. രണ്ടും അല്ലേ, നോർത്ത് പോൾ രണ്ടും കൂടെ ആണെങ്കിൽ അവർ ഓടുക, വികർഷിക്കുകയാണ്. എന്നാൽ നോർത്ത് പോളും സൗത്ത് പോളും കൂടെ ആണെങ്കിലോ, അവർ തങ്ങളിൽ ആണെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യുക കേട്ടോ. സൗത്ത് പോൾ ആണെങ്കിലോ, സൗത്ത് പോളും ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യുക. നോക്കിക്കേ, റിപ്പൽ നോക്കിക്കേ, സൗത്തും ആണെങ്കിൽ റിപ്പലാണ്, നോർത്തും ആണെങ്കിൽ റിപ്പലാണ്. എന്നാൽ ഒരു നോർത്തും ഒരു സൗത്തും കൂടെ ആണെങ്കിൽ അവരെന്താ? അട്രാക്റ്റ് ചെയ്യുക. ഇപ്പം പിടികിട്ടിയോ? അത്രയേ ഉള്ളൂ. അതറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചാൽ അതങ്ങ് എഴുതിക്കോണം കേട്ടോ. ഓക്കെ ആണോ? 7 എണ്ണം. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത ലൈക്ക് പോൾസ് എന്നാൽ എന്താണ്? ലൈക്ക് പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സജാതീയ ധ്രുവങ്ങൾ എന്നാണ് കേട്ടോ. ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഇപ്പം നമ്മൾ ആ പറഞ്ഞ ക്ലൂ, ലൈക്ക് പോൾസ്, വൺ ലൈക്ക് പോൾസ് എന്ന് വരുമ്പോൾ അത് ഓർത്താൽ മതി. നോർത്തും കൂടിയാണെങ്കിൽ അത് എന്തായിരിക്കും? റിപ്പലായിരിക്കും. സൗത്തും കൂടിയാണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ? അതും റിപ്പലായിരിക്കും. ഈ ഒരു ക്ലൂ പഠിച്ചാൽ മതി. എന്നാൽ ഒരു നോർത്തും ഒരു സൗത്തും കൂടിയാണെങ്കിൽ അത് അട്രാക്ഷൻ ആയിരിക്കും, അത് ആകർഷിക്കുകയായിരിക്കും. ഈ ഒരെണ്ണം ഇതിനകത്തിലും അത് തന്നെ പറയുന്നത്. ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ കേട്ടോ. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. അൺലൈക്ക് പോളോ, വിജാതീയ ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് അട്രാക്റ്റ് ആണ് കേട്ടോ. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങളാണെങ്കിൽ അത് ആകർഷിക്കുന്നു. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ലൈക്കും അൺലൈക്കും. പിന്നെ എൻ്റെ ചാനലിൽ ഒരു ലൈക്ക് കൊടുത്തരാം കേട്ടോ. എന്തായാലും ലൈക്ക് പറയൂലേ. ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ തരണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും എന്നോട് കമൻറ്റ് പറയാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ നിങ്ങൾ, അടുത്ത 10ാമത്തത് നമ്മൾ ഈ പ്രധാനപ്പെട്ടത് എഴുതിയിട്ടുള്ളേ. മാഗ്നറ്റിക്, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ലെവിറ്റേഷൻ എന്നാൽ എന്താണ്? പേര് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാന്ന് അറിയാം. എന്നാൽ ലെവിറ്റേഷൻ ഒരു വെറൈറ്റി പേരില്ലേ അല്ലേ? മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഇത് ലെവിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് നിങ്ങൾ. എന്താണെന്നറിയോ, നമ്മൾ ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഈസ് ദ ഫിനോമിനൺ വേർ ആൻ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ടു ഫ്ലോട്ട് ഇൻ ദ എയർ യൂസിങ് മാഗ്നറ്റിക് ഫോഴ്സ്. അല്ല, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കാന്തിക ശക്തി ഉപയോഗിച്ച് ചില മജീഷ്യന്മാരൊക്കെ കാണിക്കുന്നത് അല്ലേ, കാന്തിക ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. കാന്തം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസത്തിനെയാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ആ പേര് നോക്കണേ, ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാൽ എന്താണ്? കാന്തം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസത്തിനെയാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ 10 എണ്ണവും നിങ്ങൾക്ക് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ അങ്ങ് 200, 300 ഒന്നും ഈ പാഠത്തിൽ തന്നിട്ടില്ല. ആകെ 10ഓ 20ഓ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതങ്ങ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. അടുത്തത് 11ാമത്തെ ചോദ്യം. മാഗ്നറ്റിക് ലെവിറ്റേഷൻ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വായുവിൽ നിർത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്ത് ഈ വായുവിൽ നിർത്തുക എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും അങ്ങനെ വായുവിൽ നിർത്താൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതിനെക്കുറിച്ചാണ്. എന്താ മാഗ്നറ്റിക് ലെവിറ്റേഷൻ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? അല്ല, യൂസസ് ഓഫ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. മാഗ്ലീവ് ലോഞ്ച് സിസ്റ്റം ഉണ്ട്, മാഗ്ലീവ് ട്രെയിനുകളുണ്ട്, മാഗ്നറ്റീവ് ബിയറിങ്ങുകളുണ്ട് കേട്ടോ. ഈ ബിയറിങ്ങിനല്ല ബെയറിങ്ങുകൾ കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ചക്രങ്ങളില്ലാതെ ഓടുന്ന ട്രെയിനുകളാണ് മാഗ്ലൈവ് ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതാണ് ചക്രങ്ങളില്ലാതെ, വീലില്ലാതെ ഓടുന്ന ട്രെയിനുകളുണ്ട് കേട്ടോ. വീലില്ലാതെ ഓടുന്ന ട്രെയിനുകളുണ്ട്. അതിനെ ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കുക, എന്താ അതിൻ്റെ പേര്? മാഗ്ലൈവ് ട്രെയിൻ എന്നാണ് കേട്ടോ. ഒരു മാർക്കിനെങ്ങാനും ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയില്ല കേട്ടോ.
മനസ്സിലായോ? എന്താണ് മാഗ്ലൈവ് ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? ചക്രങ്ങളില്ലാതെ ഓടുന്ന ട്രെയിനുകളാണ് കേട്ടോ. ഈ മാഗ്ലൈവ് എന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, വായുവിൽ നിൽക്കുന്ന, അതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് ഈ മാഗ്ലൈവ് എന്നത് കേട്ടോ. ഈ ട്രെയിനിൻ്റെ അടിവശത്തും പാളങ്ങളിലും കാന്തശക്തി നൽകിയിരിക്കും. ട്രെയിനിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ അടിഭാഗത്തും ആ പാളത്തിലും കാന്തശക്തി നൽകിയിരിക്കുന്നു. ഇവിടെ സ്ഥിരകാന്തങ്ങൾക്ക് പകരം വൈദ്യുത കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഏത് കാന്തമാ അല്ലേ? ഇലക്ട്രോണിക് അല്ലേ, ഇലക്ട്രിക്കിൻ്റെ വൈദ്യുത കാന്തങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ട്രെയിനിൻ്റെ അടിവശത്തും പാളങ്ങളിലുമുള്ള കാന്തങ്ങളുടെ ആകർഷണ വികർഷണം കൊണ്ടാണ് ട്രെയിൻ പാളങ്ങളിൽ തട്ടാതെ ഉയർന്നു നിൽക്കുകയും മുന്നോട്ട് ചലിക്കുകയും ചെയ്യുന്നത്. പാളങ്ങളും ട്രെയിനും തമ്മിൽ തൊടാതെ തന്നെ ചലനം സാധിക്കുന്നതിനാൽ ഘർഷണം മൂലമുള്ള ഊർജ്ജനഷ്ടവും ശബ്ദമലിനീകരണവും ഇല്ലാതെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും എന്നതാണ്. ചിലപ്പോൾ നിങ്ങളോട് 3 മാർക്കിന് ഈ ട്രെയിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് എഴുതണം കേട്ടോ. അത് ഞാൻ ടെസ്റ്റിൽ ഓൾറെഡി തന്നുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ, ചക്രങ്ങളില്ലാതെ ഓടുന്ന ട്രെയിനുകളെയാണ് മാഗ്ലെവ് ട്രെയിൻ എന്ന് പറയുന്നത്. ഈ മാഗ്ലെവ് എന്ന പേര് എവിടെ നിന്നാകുന്നത്? മാഗ്നറ്റിക്, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ലെവിറ്റേഷൻ എന്ന പദത്തിൽ നിന്നാണ് മാഗ്ലെവ് എന്ന പദം ഉണ്ടായത്. ഈ ട്രെയിനിൻ്റെ അടിവശത്തും നമ്മുടെ പാളത്തിലുണ്ടല്ലോ, പാളത്തിൽ കൂടെ അല്ല ഇത് പോകുന്നത്, ഈ പാളങ്ങളിലും കാന്തശക്തി കൊടുത്തിട്ടുണ്ട്. ട്രെയിനിൻ്റെ അടിഭാഗത്തും പാളത്തിലും കാന്തം കൊടുത്തിട്ടുണ്ട്. ഇവർ സ്ഥിരകാന്തങ്ങൾക്ക്, ഇത് സ്ഥിരകാന്തം പെർമനൻ്റ് അല്ല, സ്ഥിരകാന്തങ്ങൾക്ക് പകരം വൈദ്യുത കാന്തങ്ങളാണ് അവിടെ വൈദ്യുത കാന്തങ്ങളല്ലേ, എന്തോ പറയും, വൈദ്യുത കാന്തങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ട്രെയിനിൻ്റെ അടിവശത്തും പാളങ്ങളിലുമുള്ള കാന്തങ്ങളുടെ ആകർഷണ വികർഷണം കൊണ്ട് ട്രെയിൻ പാളങ്ങളിൽ തട്ടാതെ അത് ഉയർന്നു നിൽക്കുകയും അത് മുന്നോട്ട് ചലിക്കുകയും ചെയ്യുന്നു അല്ലേ. പാളങ്ങളും ട്രെയിനും തമ്മിലും തൊടാതെ തന്നെ ചലനം സാധിക്കുന്നതിനാൽ അവിടെ ഘർഷണം മൂലമുണ്ടായ ഊർജ്ജനഷ്ടവും ശബ്ദമലിനീകരണവും ഒന്നുമില്ലാതെ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങളിപ്പം മാഗ്ലെവ് എന്ന് ഞാനിവിടെ എഴുതിയില്ലേ, അതെന്താണ്? മാഗ്നറ്റിക് ലെവിറ്റേഷൻ്റെ ഷോർട്ട് ഫോമാണ് ഈ മാഗ്ലെവ് എന്ന് പറയുന്നത്. ലോഞ്ച് സിസ്റ്റവും ട്രെയിനും ബെയറിങ്ങും ഒക്കെ അതിന് യൂസസ് ആണ് കേട്ടോ. യൂസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് എന്താണ് ഡിജിറ്റൽ കോമ്പസ് എന്ന് വെച്ചാൽ എന്താണ് കേട്ടോ. ഡിജിറ്റൽ കോമ്പസ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് കാന്തിക കോമ്പസ് എന്ന് വെച്ചാൽ എന്താണ്? A digital compass is an important part of electronic devices like phone and laptop. ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണേ നിങ്ങളെ. ഡിജിറ്റൽ കോമ്പസ് എന്താണ്? എ ഡിജിറ്റൽ കോമ്പസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് ഫോൺ ആൻഡ് ലാപ്ടോപ്പ്. പിന്നെയോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ഡിറക്ഷൻസ് ആക്യുറേറ്റ്ലി, നല്ല ആക്യുറേറ്റ് ആയിരിക്കും, കൃത്യതയോടെ ആയിരിക്കും അല്ലേ. ദ കോമ്പസ് യൂസസ് സ്പെഷ്യൽ ടൂൾസ് കാൾഡ്, നോക്കിക്കേ, സെൻസർ ഉണ്ടല്ലോ, ടു വർക്ക്. ദ കോമ്പസ് യൂസസ് സ്പെഷ്യൽ ടൂൾസ് കാൾഡ് സെൻസറുകൾ ടു വർക്ക്. ദി സെൻസർ ഇൻക്ലൂഡ്, അതിൻ്റെ ആ പേരൊക്കെ നോക്കിക്കേ, മാഗ്നറ്റോമീറ്റർ കേട്ടോ. ആ പേരത് വെറൈറ്റി പേരാണ് എന്ന് പറഞ്ഞേ. മാഗ്നറ്റോമീറ്റർ, ആക്സിലറോമീറ്റർ കേട്ടോ, മാഗ്നറ്റോമീറ്റർ, ആക്സിലറോമീറ്റർ, ഒരെണ്ണോടുണ്ടോ നിങ്ങളെ, ഗൈറോസ്കോപ്പ് കേട്ടോ, ഗൈറോസ്കോപ്പ്. ഇറ്റ് ആൾസോ യൂസസ് സിസ്റ്റംസ് ലൈക്ക് സാറ്റലൈറ്റ് ആൻഡ് GPS അല്ലേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ലേ, ഫോണിലെല്ലാം നോക്കി ടു ഫൈൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ. മനസ്സിലായോ? ഡിജിറ്റൽ കോമ്പസിനെ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ഇത് എഴുതണം. നമുക്ക് മലയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. മലയാളം എന്താ നോക്കിക്കേ, ഡിജിറ്റൽ കോമ്പസ് ഫോണുകളും കേട്ടോ ലാപ്ടോപ്പുകളും പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന സാധനമാണ് ഫോണ് അല്ലേ. ഡിജിറ്റൽ കോമ്പസ് ഫോണുകളും ലാപ്ടോപ്പുകളും പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. കൃത്രിമമായ ദിശ കാണിക്കാൻ എല്ലാ ഫോണിലും ഇപ്പോൾ ഉണ്ടല്ലേ. കൃത്യമായ ദിശ കാണിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഈ കോമ്പസ് ഉപയോഗിക്കാൻ പ്രത്യേക ഉപകരണങ്ങളായ സെൻസറുകൾ ഉപയോഗിക്കുന്നു.
ഈ സെൻസറുകളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? നമ്മൾ സെൻസർ ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ വലിയ ഇതായിട്ട് പറയും. ഏതൊക്കെ സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ അത് മാത്രം ചോദിക്കും കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് കേട്ടോ. അത് മാത്രം ഡിജിറ്റൽ കോമ്പസിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതാണ്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലേ, പിടി ഏത് രീതിയിലാണ് വീഴുന്നത്. അപ്പം ആ പേര് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഏതൊക്കെയാണ്? മാഗ്നറ്റ് അല്ലേ, മാഗ്നറ്റിൻ്റെ മാഗ്നറ്റോമീറ്റർ, ആക്സിലറോമീറ്റർ, ഗൈറോസ്കോപ്പ് എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ കണ്ടെത്താൻ ഇത് ഉപഗ്രഹങ്ങൾ, GPS എന്നിവയുടെ സഹായവും തേടുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഡിജിറ്റൽ കോമ്പസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എഴുതിയെടുക്കണം. 11 എണ്ണം, ഞാൻ 12 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 13ാമത്തെ ചോദ്യമാണ് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് അതിന് വേറെയും കുറേ കാര്യങ്ങൾ ഇവിടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. ഭൗമശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവത്തിൻ്റെ ഭാഗത്താണ് കാന്തിക ഉത്തരധ്രുവം സ്ഥിതി ചെയ്യുന്നതെന്നും കേട്ടോ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം എഴുതിയത് കൊണ്ടാണ് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ് എന്നാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ സർഫേസ്. Magnetic flux is total number of magnetic field lines passing normally through a given surface. ഒരു നിശ്ചിത പ്രതലത്തിലൂടെ ലംബമായി കടന്നു പോകുന്ന കാന്തിക മണ്ഡല രേഖയുടെ ആകെ എണ്ണത്തെയാണ് കാന്തിക ഫ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. കാന്തിക ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് നമ്മുടെ ടെസ്റ്റിൽ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു മാർക്കിന് ചോദിക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ സർഫസ്. ഒരു നിശ്ചിത പ്രതലത്തിലൂടെ ലംബമായിട്ട് കടന്നു പോകുന്ന കേട്ടോ, ലംബമായിട്ട് കടന്നു പോകുന്ന കാന്തിക മണ്ഡല രേഖകളുടെ ആകെ എണ്ണത്തെ കാന്തിക ഫ്ലക്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലക്സ് എന്നാൽ എന്താണ്? ഡെൻസിറ്റി എന്നാൽ എന്താണ്? മാഗ്നറ്റിക് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ യൂണിറ്റ് ഏരിയ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഹയർ ഇൻ പ്ലേസ് where the magnetic field strength is more. The pole of a magnet have the highest magnetic flux density. അതായത് നമ്മൾ ഒരു യൂണിറ്റ് പരപ്പിലൂടെ അല്ലെ പരപ്പളവിലൂടെ ഏരിയ ഉണ്ടല്ലോ, ഒരു യൂണിറ്റ് പരപ്പളവിലൂടെ ലംബമായിട്ട് കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിൻ്റെ അളവിനെയാണ് കാന്തിക ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത്. കാന്തിക ശക്തി കൂടിയ സ്ഥലങ്ങളിൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രത കൂടുതലായിരിക്കും. ആ ഒരു വരി ഓർത്തോണേ കുഞ്ഞുങ്ങളെ. കാന്തിക ശക്തി കൂടിയ സ്ഥലങ്ങളിൽ കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റിയുടെ മലയാളമാണ് ഈ സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ, അത് കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രത ഉള്ളത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും. നിങ്ങളുടെ ആ ടെസ്റ്റിലെ ആ പടമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് നല്ലപോലെ അതെന്തുവാണെന്നൊന്ന് മനസ്സിലാക്കണം. ഒരു യൂണിറ്റ് പരപ്പളവിലൂടെ ലംബമായിട്ട് കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിൻ്റെ അളവിനെയാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത അല്ലെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. കാന്തിക ശക്തി കൂടിയ സ്ഥലങ്ങളിൽ കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രതയും കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രത ഉള്ളത് കാന്തിക ധ്രുവങ്ങളിൽ ആയിരിക്കും. അടുത്ത മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാൽ എന്താണ്? കാന്തിക പ്രേരണം എന്നാൽ എന്താണ്? വെൻ എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് നിയർ എ മാഗ്നറ്റ്, the magnetic substance itself becomes magnetic. This phenomenon is called magnetic inductions. When a magnetic substance is placed near a magnet, the magnetic substance itself becomes magnetic. This phenomenon is called magnetic induction. The temporary magnetism the substance gain is known as induced magnetism. Induced magnetism. അതായത് കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം
അതിൻ്റെ മലയാളം നോക്കി നിങ്ങൾ. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് അതിൻ്റെ കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന ഈ കാന്തശക്തിയെ, ആ കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ എന്ത് പറയുന്നു? പ്രേരിത ശക്തി, അതായത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം അല്ലെങ്കിൽ പ്രേരിത ശക്തി എന്ന് പറയുന്നു. അപ്പോൾ ഈ 15 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുകൾ നോക്കിയാണ് നിങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, അടുത്ത പേര് നോക്കിയെങ്കിൽ 16ാമത്തെ സസെപ്റ്റിബിലിറ്റി എന്നാണ് കേട്ടോ. ആ പേരൊരു വെറൈറ്റി പേരാണ്, സസെപ്റ്റിബിലിറ്റി. ഓഹ്, പല്ലൂരിപ്പോയിനി അല്ലേ, നാക്ക് വായിന്ന് തെറിച്ചു പോയിനില്ലേ, അതല്ലേ പേരുകളാണ്. സസെപ്റ്റിബിലിറ്റി എന്നാണ്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. എളുപ്പമുണ്ട് പഠിക്കല്ലേ. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. Susceptibility is the ability of magnetic materials to get magnetized due to the influence of an external magnetic field. ഓ, ഇച്ചിരി കടുപ്പോ അല്ലേ. അടുത്ത കണ്ട അതിനെക്കാട്ടിൽ ഒരെണ്ണമുണ്ട്, ഇതാ റിറ്റൻറ്റിവിറ്റി. ഇത് ചിലപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും കേട്ടോ. സസെപ്റ്റിബിലിറ്റിയും റിറ്റൻറ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. വെറൈറ്റി പേരുകളാണ്. കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് കുഞ്ഞുങ്ങളെ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കാന്തം വെച്ച് നമ്മളൊരു ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ പിടിക്കുമ്പോൾ ആ കാന്തിക ശക്തി നിലനിർത്തുന്നതിനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. റിറ്റൻറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റിറ്റൈൻ ദ മാഗ്നറ്റിസം കേട്ടോ. റിറ്റൈൻ ദ മാഗ്നറ്റിസം. ആ പറയാം വാക്കുകളെല്ലാം ഇച്ചിരി കട്ടിയാണ്. ചിലപ്പോൾ അത് തങ്ങളുടെ ഡിഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മാച്ച് ചെയ്യാനോ ഒക്കെ ചോദിക്കും. അപ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കണം. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം ആ കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റിറ്റൻറ്റിവിറ്റി എന്ന് വെച്ചാൽ ആ കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവിനെയാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. 17 ക്വസ്റ്റ്യൻസ് എഴുതിയല്ലോ. 18ാമത്തെ എന്താണ്? അടുത്ത പെർമിയബിലിറ്റി എന്നാൽ എന്താണ്? പെർമിയബിലിറ്റി എന്നാൽ എന്താണ്? കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്ന് പഠിച്ചു. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ് അല്ലേ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്താണ്, ഡിജിറ്റൽ കോമ്പസ് എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇപ്പം പറഞ്ഞത് സസെപ്റ്റിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ റിറ്റൻറ്റിവിറ്റി എന്താണ്, പെർമിയബിലിറ്റി എന്താണ്. പെർമിയബിലിറ്റി എന്താണ്? കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു പാസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ഇറ്റ്. അടുത്ത 19ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഹാസ് എ ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി? അതായത് ഇവയിൽ സസെപ്റ്റിബിലിറ്റി കൂടിയത് ഏതാണ്? സോഫ്റ്റ് അയണിനാണോ സ്റ്റീലിനാണോ ഏറ്റവും കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോഫ്റ്റ് അയണിലായിരിക്കും കേട്ടോ, പച്ചിരുമ്പിന്. വിച്ച് ഓഫ് ദീസ് ഹാസ് എ ഗ്രേറ്റർ റിറ്റൻറ്റിബിലിറ്റി അല്ലേ, റിറ്റൻറ്റിവിറ്റി എന്നാണ്. അവിടെ വിലിറ്റി ഇല്ല, വിറ്റി. ഏതിനാണ്? സ്റ്റീലിനുമാണ്. അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. റിറ്റൻറ്റിവിറ്റി കൂടിയത് ഏതാണ്, സസെപ്റ്റിബിലിറ്റി കൂടിയത് ഏതിനാണെന്ന് ചോദിക്കും കേട്ടോ, തിരിഞ്ഞു പോകല്ലേ അത്. അടുത്തത് എന്താണ് വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്നാൽ എന്താണ്? വൈദ്യുത കാന്തങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൈദ്യുതി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് കാന്തവുമായിട്ട് മാറുന്നു. വൈദ്യുതി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് കാന്തമായിട്ട് മാറുന്നു. ഇത്തരം കാന്തങ്ങളെ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നു. When electricity flow, the soft iron become a magnet. Such a magnet are called electromagnet. When electricity flow, the soft iron become a magnet. Such a magnet are called electromagnet. ഇനി വൈദ്യുതി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് കഷ്ണം പേപ്പർ ക്ലിപ്പുകളെ
ആകർഷിക്കുകയാണോ അതോ വികർഷിക്കുകയാണോ ചെയ്യുന്നത്? വൈദ്യുതി നമ്മൾ കടന്നു പോകുന്നു പറഞ്ഞില്ലേ, പച്ചിരുമ്പിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആ പേപ്പർ ക്ലിപ്പുകളെ, നമ്മുടെ ടെസ്റ്റിൽ കുറേയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പേപ്പർ ക്ലിപ്പ് ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്ലിപ്പുകളെ എന്താണ് കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്? ആകർഷിക്കുകയാണ്. പേപ്പറിൻ്റെ ക്ലിപ്പുകളെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോ ദ സോഫ്റ്റ് അയൺ പീസ് ആൻഡ് ദ പേപ്പർ ക്ലിപ്പ് എന്താണ് ചെയ്യുന്നത്? അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളോടുള്ള ചോദ്യമാണത് കേട്ടോ. അതായത് സെൽ നിക്കിയ ശേഷം, അതിനകത്തിലെ സെല്ല് നീക്കിയ ശേഷം പച്ചിരുമ്പ് കഷ്ണം പേപ്പർ ക്ലിപ്പുകളെ എന്തു ചെയ്യുന്നു? അതിനകത്തിലെ സെല്ല് അങ്ങ് മാറ്റിയതിന് ശേഷം എന്താ? അപ്പോൾ അത് ആകർഷിക്കുന്നില്ല അല്ലേ, റിപ്പലായിരിക്കും ആണല്ലോ. ഡു നോട്ട് അട്രാക്റ്റ്. ആഫ്റ്റർ റിമൂവിങ് ദ സെൽ ദ സോഫ്റ്റ് അയൺ പീസ് ആൻഡ് ദ പേപ്പർ ക്ലിപ്പ് എന്താണ്? ഡു നോട്ട് അട്രാക്റ്റ്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് കേട്ടോ. 24ാമത്തെ ചോദ്യം, വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? നമ്മൾ കാന്തവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 26 ക്വസ്റ്റ്യൻസിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ വൺ വേർഡ് എല്ലാം ഞാൻ നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും വെച്ച് റിവിഷൻ എന്നും പറഞ്ഞ് നിങ്ങൾ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ക്രിസ്മസ് റിവിഷൻ എന്നും പറഞ്ഞ് വൺ വേർഡ് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, മാത്സിൻ്റെ ഒക്കെ റിവിഷൻ ഇടുന്നുണ്ട്. കുറേ എണ്ണത്തിൻ്റെ ഇട്ടിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ഓരോ മാർക്കിൻ്റെ എല്ലാം എടുത്ത് നോക്കണം കേട്ടോ. വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഡിഫറെൻറ്റ് വേ increases the strength of an electromagnet. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ്, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദ കോയിൽ, കറണ്ട് ത്രൂ കോപ്പർ വയർ ഓർ വോൾട്ടേജ് സപ്ലൈസ്. 3 എഴുതണം. 3 മാർഗ്ഗം അതിന് കേട്ടോ. കമ്പിച്ചുരുളുകളുടെ എണ്ണം അല്ലേ, കമ്പിച്ചുരുളുകളുടെ എണ്ണമുണ്ട്. കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിൻ്റെ ഛേദതല പരപ്പളവുണ്ട്. അതുപോലെ വൈദ്യുത പ്രവാഹവും വോൾട്ടേജും. ഇതാണ് വൈദ്യുത കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ. അടുത്ത, വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ ചോദിക്കും. നമ്മളത് ഫസ്റ്റ് തന്നെ പറഞ്ഞതാ. ഈ മാഗ്നറ്റ് ഇല്ലേ, മാഗ്നറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കുള്ള ഉദാഹരണമാണ് എക്സാമ്പിൾസ് ഓഫ് ഡിവൈസ് ദാറ്റ് ആർ ഇലക്ട്രോമാഗ്നറ്റ്. ഒന്ന്, ഇലക്ട്രിക് ബെല്ല് അല്ലേ, ഇലക്ട്രിക് ബെല്ലുണ്ടല്ലോ, ലൗഡ് സ്പീക്കറുകൾ, ക്രെയിനുകളൊക്കെ, MRI മെഷീനും, ഇതൊക്കെ എന്താണ്? വൈദ്യുതി, ഇലക്ട്രോമാഗ്നറ്റ് ആട്ടോ, ഇലക്ട്രോമാഗ്നറ്റുകൾ കേട്ടോ. തിരിഞ്ഞു പോവല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുക, എന്താ ഇലക്ട്രോ മാഗ്നറ്റും പെർമനൻറ്റ് മാഗ്നറ്റും തമ്മിലൊരു 3 ഡിഫറൻസ് എഴുതാൻ നമ്മളോട് ചോദിക്കുക. ഇത് 4 എഴുതിയിട്ടുണ്ട്. നിങ്ങളൊരു 3 എഴുതാനായിരിക്കും മിക്കവാറും ചോദിക്കുന്നത് കേട്ടോ. പോൾസ് ക്യാൻ ബി ചേഞ്ച്ഡ്. ധ്രുവങ്ങൾ മാറ്റാൻ കഴിയുന്നു. ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ അതിൻ്റെ ധ്രുവങ്ങൾ മാറ്റാൻ കഴിയുന്നു. മാഗ്നറ്റ് സ്ട്രെങ്ത് ക്യാൻ ബി ഇൻക്രീസ്ഡ്. അതിൻ്റെ കാന്തീയ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. മെയ്ഡ് ഫ്രം സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിൽ നിന്നുമായിരിക്കും ഇത് എടുക്കുന്നത്. മാഗ്നറ്റിസം എക്സിസ്റ്റ് ഓൺലി വെൻ കറണ്ട് ഫ്ലോ. കറണ്ട് ഒഴുകുമ്പോൾ മാത്രമേ കാന്തികത അവിടെ നിലനിൽക്കുന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 ഈ ഇലക്ട്രോ മാഗ്നറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതണം. അതുപോലെ തന്നെയാണ് പെർമനന്റ് മാഗ്നറ്റ്. ദ ഗെയിൻഡ് മാഗ്നറ്റിസം ക്യാൻ ബി റിട്ടേൺഡ് ഫോർ എ ലോങ് ടൈം. ലഭിച്ച കാന്തിക ശക്തി ദീർഘകാലം നിലനിർത്താനുള്ള കഴിവുണ്ട് ആർക്ക്? ആ പെർമനന്റ് മാഗ്നറ്റിന്. അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാനോട്ട് ബി ഇൻക്രീസ്ഡ്. ഇതിൻ്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ അതിന് കഴിയില്ല. മെയ്ഡ് ഫ്രം ഹാർഡ് മാഗ്നറ്റ്. സോഫ്റ്റ് മാഗ്നറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പെർമനന്റിൽ ഏതായിരിക്കും? ഹാർഡ് മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് രണ്ടും തിരിഞ്ഞു പോലെ. ഇതിൽ സോഫ്റ്റ് ആണെങ്കിൽ ഇതിൽ ഹാർഡാണ് ഉപയോഗിക്കുന്നത്. മെയ്ഡ് ഫ്രം സോഫ്റ്റ് ആണെങ്കിൽ ഇത് മെയ്ഡ് ഫ്രം ഹാർഡ് ആണ് കേട്ടോ. പിന്നെയോ, മാഗ്നറ്റിസം എക്സിസ്റ്റ് വിത്തൗട്ട് ആണ് എക്സ്റ്റേണൽ എനർജി സോഴ്സസ്. മാഗ്നറ്റിസം എക്സിസ്റ്റ് വിത്തൗട്ട്, ഇവിടെ ഒൺലി വെൻ കറണ്ട് ഫ്ലോ. ഒൺലി എന്ന് വെച്ചാൽ കറണ്ട് ഒഴുകുമ്പോൾ മാത്രമേ അവിടെ കാന്തികത നിലനിൽക്കുന്നുള്ളൂ. ഇവിടെ മാഗ്നറ്റിസം എക്സിസ്റ്റ് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ എനർജി സോഴ്സസ്. അപ്പോൾ നിങ്ങൾ ഈ 4 ഏതെങ്കിലും ഒരു 3 നല്ലതുപോലെ പഠിച്ചിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇലക്ട്രോ മാഗ്നറ്റ് എന്നാൽ എന്തെന്നും അല്ലേ അതിനെക്കുറിച്ച് ഒന്ന് എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. ഡിഫറൻസ് ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. എല്ലാവരും വൃത്തിയായിട്ട് പോയി പരീക്ഷ എഴുതുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ് കുഞ്ഞുങ്ങളെ. താങ്ക് യു.